നമസ്കാരം. ജ്യോതിഷം അറിഞ്ഞുകൂടാത്തവർക്കും തങ്ങൾക്ക് ഇപ്പോൾ ഏത് ദശയായിരിക്കും എന്ന് സ്വയം മനസ്സിലാക്കാവുന്നതാണ്. ജ്യോതിഷത്തിൽ 27 നക്ഷത്രങ്ങളാണ് ജന്മനക്ഷത്രമായി കണക്കാക്കുന്നത്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ടം, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ഇതിൽ 3 നക്ഷത്രക്കാരിൽ ജനിക്കുന്നവർ എവിടെ എന്ന് ജനിച്ചാലും അവരുടെ ആദ്യത്തെ ദശ ഒരേ ദശയായിരിക്കും. 27 നക്ഷത്രങ്ങളെ 3 കൊണ്ട് ഭാഗിച്ചാൽ 9. 27 നക്ഷത്രക്കാരും ഈ 9 ദശയിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും ജനിക്കുന്നത് എന്ന് സാരം. ജാതകത്തിൽ ഗ്രഹനിലയിൽ ഈ ആദ്യ ദശയെ ജനനശിഷ്ടം എന്ന് പറയുന്നു. ഇതിൻ്റെ കൂടെ തുടർന്നു വരുന്ന ദശകളുടെ പൂർണ്ണ വർഷവും കൂടി ചേർത്ത് കൂട്ടുമ്പോൾ ഇത്ര വയസ്സുവരെ ഈ ദശയായിരിക്കും എന്ന് കണക്കാക്കാവുന്നതാണ്. ഇനി ദശകളും വർഷവും നോക്കാം. കേതു 7 വർഷം, ശുക്രൻ 20, സൂര്യൻ 6, ചന്ദ്രൻ 10, ചൊവ്വ 7, രാഹു 18, വ്യാഴം 16, ശനി 19, ബുധൻ 17. ദശവർഷം അറിഞ്ഞാൽ തങ്ങൾ ജനിച്ച നക്ഷത്രത്തിൻ്റെ ആദ്യ ദശ എന്തെന്ന് വ്യക്തമായി അറിയാം. അതിൽ ആദ്യ ദശ എത്ര വർഷമുണ്ടെന്ന് അറിയേണ്ടതാണ്. പിന്നെ വളരെ എളുപ്പമാണ്. തുടർദശകൾക്ക് ക്രമമായി അവയുടെ ദശവർഷം ചേർത്താൽ മതി. ഇനി നക്ഷത്രങ്ങളുടെ ജന്മദശ നോക്കാം. കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങൾ സൂര്യൻ 6 വർഷം, രോഹിണി, അത്തം, തിരുവോണം, ചന്ദ്രൻ 10 വർഷം, മകയിരം, ചിത്തിര, അവിട്ടം, ചൊവ്വ 7 വർഷം, തിരുവാതിര, ചോതി, ചതയം, രാഹു 18 വർഷം, പുണർദം, വിശാഖം, പൂരുരുട്ടാതി, വ്യാഴം 16 വർഷം, പൂയം, അനിഴം, ഉത്രട്ടാതി, ശനി 19 വർഷം, ആയില്യം, തൃക്കേട്ട, രേവതി, ബുധൻ 17 വർഷം, മകം, മൂലം, അശ്വതി, കേതു 7 വർഷം, ഭരണി, പൂരം, പൂരാടം, ശുക്രൻ 20 വർഷം. ഇങ്ങനെ 3 നക്ഷത്രങ്ങൾ വീതമുള്ള 9 നക്ഷത്രക്കൂട്ടങ്ങളുടെ ജന്മദശ കണക്കാക്കാവുന്നതാണ്. ഗ്രഹങ്ങളുടെ ബലവും സ്ഥാനസ്ഥിതികളും അനുസരിച്ച് യോഗങ്ങളും യോഗങ്ങളുടെ ബലമനുസരിച്ച് ദശാഫലങ്ങളും സിദ്ധിക്കുന്നു. ദശ, കാലം, ഗ്രഹങ്ങളുടെ ബലം, സ്ഥാനസ്ഥിതികൾ എന്നിവ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് സിദ്ധിക്കുന്ന യോഗങ്ങളും കാലചക്രദശയും മനസ്സിലാക്കി ദോഷങ്ങളുണ്ടെങ്കിൽ ദോഷപരിഹാരങ്ങൾ ചെയ്ത് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാൻ സാധിക്കുന്നതാണ്. ജ്യോതിശാസ്ത്രത്തിൽ കാലചക്രദശ, നിസർഗദശ, നിര്യാണദശ, ഗുളികദശ, നക്ഷത്രദശ തുടങ്ങിയ പല ദശകളുമുണ്ടെങ്കിലും നക്ഷത്രദശയ്ക്കാണ് വളരെയധികം പ്രാധാന്യമുള്ളത്. ഒരു മനുഷ്യായുസ് 120 വർഷങ്ങളായി ഗണിച്ചിരിക്കുന്നു. 120 വർഷത്തെ 9 ഗ്രഹങ്ങൾക്ക് സമയവീതം ചെയ്തിരിക്കുന്നു. ഓരോ ഗ്രഹങ്ങൾക്കും പ്രത്യേക സമയമുണ്ട്. ഗ്രഹങ്ങളുടെ സമയത്തെ ആ ഗ്രഹത്തിൻ്റെ ദശാകാലം എന്ന് പറയുന്നു. ഇത്
നക്ഷത്രപ്രകാരം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ 27 നക്ഷത്രങ്ങളെയാണ് 3 വീതം 9 ഗ്രഹങ്ങളുടെ ദശാകാലമായി വിഭജിച്ചിരിക്കുന്നത്. ഇത് മുഖേന ഒരു ജനനം, ദശ, ഇതൊക്കെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.